വെയിറ്റ് ലോസ് അല്ലെങ്കിൽ ഒരു ഓപ്റ്റിമം വെയിറ്റ് വരാം, ഓപ്റ്റിമം ബോഡി കോമ്പോസിഷൻ വരേണ്ടത് ഒരു ഷോർട്ട് ടേം ഗോളായിരിക്കാൻ പാടില്ല, റാപ്പിഡ് ഗോളായിരിക്കാൻ പാടില്ല. അത് നല്ലോണം ക്ഷമയോടെ കുറച്ച് ലോങ് ടേം, ഒരു 6 months, ഒരു 1 year, മേ ബി ഈവൻ മോർ ദാൻ 1 year എടുത്തിട്ട് മെല്ലെ മെല്ലെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. വെയിറ്റ് ലോസ് എപ്പോഴും മെല്ലെ ആയിരിക്കണം. അപ്പോൾ 3 ദിവസം കഴിച്ചിട്ട് 4ാമത്തെ ദിവസം കഴിച്ചുകൊണ്ട് നമ്മൾ എന്താ പറയുക ബാക്ക് ടു സ്ക്വയർ വൺ പോലും, അതിൻ്റെ 4th day പിന്നെയും ആ ഒരു പ്രിസ്ക്രൈബ്ഡ് ഡയറ്റോ അല്ലെങ്കിൽ നമ്മൾ എന്താണോ കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഫോർ അവർ ബോഡി അത് പിന്നെയും ഫോളോ ചെയ്യുക. സോ വെനെവർ വി ഫോൾട്ടർ, നമ്മളൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും നമ്മളുടെ ആ ഒരു കറക്റ്റ് പാത്തിലോട്ടേക്ക് വരാൻ നോക്കുക. ആൻഡ് ഗോൾസ് എപ്പോഴും ലോങ് ടേം ആയിരിക്കണം, ഒരു 6 months, ഒരു 1 year അങ്ങനെ ആയിരിക്കണം ഗോൾ. സോ ഞാൻ ചോദിച്ച പോലെ ഒരു ഇടയ്ക്കൊന്ന് കഴിച്ചുകൊണ്ട് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നും വരും, പ്രത്യേകിച്ചൊന്നും വരാനായിട്ടുള്ള ചാൻസ് ഒന്നുമില്ല. സാധാരണ രീതിയിൽ നമ്മൾ ചിലപ്പോൾ രാവിലെ എണീക്കുമ്പം ചിലപ്പോൾ ഒരു തലവേദന അല്ലെങ്കിൽ ക്ഷീണം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തന്നെ നമ്മൾ ഡയറ്റ് ഫോളോ ചെയ്ത് കഴിഞ്ഞാലും പലർക്കും ക്ഷീണം വരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണ് ഡോക്ടർ? സോ ഇങ്ങനെ ക്ഷീണം എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കണം, ആക്ച്വലി അങ്ങനത്തെ ഒരു സിംറ്റം ആരെങ്കിലും പറയുവാണെങ്കിൽ അതിന് പല പല കാരണങ്ങളുണ്ടാവാം. മേ ബി അവർ സംടൈം നമ്മളൊരു ഡയറ്റ് പ്രിസ്ക്രൈബ് അല്ലേ, ഞങ്ങൾ ആക്ച്വലി ഒരു ജനറലൈസ്ഡ് വ്യൂ ആണ് കൊടുക്കാറില്ലേ, ഇന്ന സാധനങ്ങൾ ഫുഡിൽ കൂട്ടിക്കോ, ഇന്ന ഭാഗങ്ങൾ കുറച്ചോ. പക്ഷേ സംടൈംസ് പേഷ്യൻസ് ഭയങ്കര ഓവറായിട്ട് അത് ഫോളോ ചെയ്യാൻ നോക്കും, അവർ സെൽഫായിട്ട് നല്ലോണം റെസ്ട്രിക്റ്റ് ചെയ്യും. അങ്ങനെ വരുമ്പോൾ അവർക്ക് വേണ്ട കാലറി അവർ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് ക്ഷീണം ഉണ്ടാവാം, ലോ ബ്ലഡ് പ്രഷർ ഉണ്ടാവാം. അവർ ടോട്ടലി സോൾട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഡിസീനസ്, തലവേദന അങ്ങനെ വരാം. അതേപോലെ സംടൈംസ് എന്തെങ്കിലും അണ്ടർലൈങ് ഡെഫിഷ്യൻസി, എന്തെങ്കിലും അസുഖം മിസ്സായിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും തൈറോയിഡിൻ്റെയോ ഷുഗറിൻ്റെയോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും വാല്യൂസ് അബ്നോർമലായിട്ടും കുറച്ച് നോൺ സ്പെസിഫിക് സിംറ്റംസ് ഒക്കെ കാണാം. ബട്ട് ഇൻ ജനറൽ ആൾക്ക് എന്തെങ്കിലും ഒരു പ്രിസ്ക്രൈബ്ഡ് ഡയറ്റ്, ഓക്കെ, അല്ലാതെ നമ്മളിങ്ങനെ മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള ഡയറ്റല്ല, ഒരു ഹെൽത്ത് പ്രൊഫഷണലാണ് പ്രിസ്ക്രൈബ് ചെയ്ത ഡയറ്റ്, അത് ഫോളോ ചെയ്തിട്ടാണ് ബുദ്ധിമുട്ട് വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി അവരെ തിരിച്ചു പോയിട്ട് ഫോളോ അപ്പ് ചെയ്യണം. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് നമ്മൾ ഫർദർ ഇവാലുവേറ്റ് ചെയ്തിട്ട് നോക്കേണ്ടതായിരിക്കും. ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം, പിന്നെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ എന്തൊക്കെ കഴിച്ചു, അതിലെത്ര പ്രോട്ടീൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്, എത്ര കാർബ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, എത്ര ഫാറ്റ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്, അതൊന്ന് നോക്കണം. ആ ഡയറ്റ് ഒന്ന് ചാർട്ട് ചെയ്ത് നോക്കണം, എന്നിട്ടൊന്ന് അവരൊന്ന് ഇവാലുവേറ്റ് ചെയ്യേണ്ടതായിരിക്കും. നമ്മളിപ്പം ഓരോ സാധനം കഴിക്കുമ്പോഴും, ഇപ്പോൾ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, നമ്മൾ നാരടങ്ങിയ ഭക്ഷണം ആയിക്കോട്ടെ, ഇപ്പോൾ ഓരോ സംഗതി കഴിക്കുമ്പോഴും അത് പല രീതിയിലാണ് ഗുണം ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾക്ക്. അപ്പം നാരുകൾ അടങ്ങിയ ഭക്ഷണം കൂടുതൽ ഈ ഡയറ്റ് പ്ലാനിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ശരിയായിരിക്കും ഡോക്ടർ? സോ ഡയറ്റ് പ്ലാൻ, നമ്മളിങ്ങനെ ഡയറ്റ് പ്ലാൻ എന്ന് പറയുമ്പോൾ ഐ ഗെസ് ഉദ്ദേശിക്കുന്നത് വെയിറ്റ് ലോസിന് വേണ്ടിയിട്ടുള്ള ഡയറ്റ്. പക്ഷെ അങ്ങനത്തെ ഒരു ഉദ്ദേശം ഇല്ലെങ്കിൽ കൂടി, ഓക്കെ, ഇപ്പോൾ ഒരു ഹെൽത്തി വെയിറ്റ് ആണ്, ഹെൽത്തി ബോഡി കോമ്പോസിഷനിലെ ആളുകൾക്ക് കൂടി ഒരു റെഗുലർ ഫുഡ് ഇൻടേക്ക് അത്യാവശ്യം ഫൈബർ ഉണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് മേ ബി 25 to 30 grams ഫൈബർ പെർ ഡേ, പിന്നെ പുരുഷന്മാർക്കാണെങ്കിൽ ഒരു 30 to 35 gram ഫൈബർ, ഒരു അപ്രോക്സിമേറ്റ് 30 gram ഫൈബർ നമ്മളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഏതൊരു മനുഷ്യനും എടുക്കുന്നത് നല്ലതായിരിക്കും. ഫൈബർ കാരണം പല പല ഗുണങ്ങളുണ്ടാവും. എസ്പെഷ്യലി ഞാൻ ഗാസ്ട്രോ സർജനാണ്, ഞങ്ങൾക്ക് ഗട്ട് ഹെൽത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുടലിൻ്റെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുടലിൻ്റെ ഉള്ളിൽ തന്നെ കുറേ ബാക്ടീരിയ ഉണ്ട്. അപ്പോൾ നമ്മളതിൻ്റെ ഗട്ട് മൈക്രോബയോം എന്ന് പറയും. പക്ഷേ ഈ ബാക്ടീരിയയ്ക്ക് സർവൈവ് ചെയ്യണമെങ്കിൽ അതിന് ഫുഡ് വേണം. ആ ഫുഡ് അതിന് കിട്ടുന്നത് നമ്മൾ കഴിക്കുന്ന ഫൈബറിൽ നിന്നാണ്. അപ്പോൾ നമ്മളുടെ ഗട്ട് ബാക്ടീരിയ, നല്ല ഹെൽത്തി ബാക്ടീരിയ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫൈബർ, നമ്മളുടെ ഡയറ്ററി ഫൈബർ ഹെൽപ്പ് ചെയ്യും.